പിന്നെ അതിലെ എല്ലാ പാട്ടുകളും നമുക്ക് അല്ലേ ഇത് പക്ഷേ ഇതിലൊക്കെ എനിക്ക് അതിലിഷ്ടപ്പെട്ട പാട്ട് റെക്കോർഡ് ചെയ്തപ്പോൾ ഇഷ്ടപ്പെട്ട പാട്ട് വേറെയാണ്. എനിക്ക് ഇവർക്ക് അങ്ങനെയാണോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ എനിക്ക് വ്യക്തിപരമായിട്ട് വളരെ ഇഷ്ടപ്പെട്ട പാട്ടാണ്. പക്ഷേ അതെന്തുകൊണ്ടാണെന്നറിയില്ല, അതും ഈ ഏറ്റവും കൂടുതൽ പക്ഷേ അതിൻ്റെ ചരണം ഔസേപ്പച്ചൻ പറഞ്ഞ പോലെ തന്നെ ശുഭയാത്ര എനിക്ക് വളരെ പേഴ്സണലി ഇഷ്ടപ്പെട്ട പാട്ട്. അതാണ് അതിലെ ഏറ്റവും നല്ല പാട്ട്. അത് വിഷ്വലൈസ് ചെയ്യാനായിരുന്നു എനിക്ക് കൂടുതൽ താല്പര്യവും. കാരണം അത് ശരിക്കും ആ ഫാമിലിയുടെ നല്ലൊരു റിലേഷൻഷിപ്പ് നന്നായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന, അതാണ് ശരിക്കും ഒരു സിബി എക്സൽ ചെയ്തിരിക്കുന്ന ഒരു ഏരിയയിൽ വരുന്ന പാട്ട്. അതാണ് അതിന് മുമ്പുള്ള സിബിയുടെ പടങ്ങളുടെ ഒരു രീതിക്ക് ഏറ്റവും ഇണങ്ങിയ ഒരു പാട്ടെന്ന് പറയുന്നത്. എനിക്ക് വിഷ്വലൈസ് ചെയ്യുമ്പോഴത്തേക്കും എനിക്ക് അതിനോടാണ് കൂടുതൽ പ്രതിപത്തി. അത് എടുക്കാനുള്ള ടൈം ഞാൻ മാക്സിമം ഉപയോഗിക്കും. മറ്റതല്ല ഇപ്പോൾ ശരിക്കും കാട്ടിലെ മൈനയൊക്കെ നമ്മൾ വിചാരിച്ച ലെവലിലൊന്നും എടുക്കാൻ പറ്റില്ല എന്നുള്ള ബോധ്യപ്പെട്ടപ്പോൾ പിന്നെ അതങ്ങ് തീർക്കുക എന്നുള്ളത് അതൊരു എക്സ്റ്റൻഷൻ ഓഫ് ഫീലിംഗ് ഇതാണ്. കാട്ടിലെ മൈന എന്നൊക്കെ പറയുന്നത് അതിൻ്റെ ഒരു എക്സ്റ്റൻഷൻ. ഇങ്ങനെ അവരുടെ ജീവിതം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഫീലാണ്. രോഗിയാണെന്ന് ബോധ്യപ്പെട്ടിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് വരുമ്പോൾ ഭർത്താവിൻ്റെ അടുത്തത് പറഞ്ഞ ശേഷം ഭർത്താവ് ഒന്ന് റിയലൈസ് ചെയ്തിട്ടുള്ളൊരു യാത്രയാണ്. അവിടെ നിന്ന് ഒരു ജീപ്പിൻ്റെ ഒരു ട്രാവലിംഗ് നമ്മൾ പാട്ട് സ്റ്റാർട്ട് ചെയ്തത്. അതിൻ്റെ മ്യൂസിക് വൈസ് ഒക്കെ ഈ രണ്ട് ക്യാരക്ടേഴ്സിൻ്റെയും ക്യാരക്ടർ മാറുന്നത് ആ പാട്ടിലൂടെയാണ്. ഈ ഭാര്യയുടെയും ഭർത്താവിൻ്റെയും. കള്ളുകുടിയനായ ഭർത്താവ് ഇത് കള്ളുകുടിയൊക്കെ നിർത്തി ഭാര്യയുടെ അസുഖത്തിനോട് മനസ്സിലാക്കിയിട്ട് കുടുംബത്തിൻ്റെ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്ന ഒരു ഘട്ടമൊക്കെയാണ് ആ പാട്ടിലൂടെ വരുന്നത്. അതുകൊണ്ട് അത് ഏറ്റവും നല്ല അതിമനോഹരമായിട്ട് നിങ്ങളെ അറിയിക്കാതെ ഇത് കൊണ്ടുപോകുക. തുടങ്ങാൻ തീരുമാനിക്കുന്ന എപ്പോഴും ഞങ്ങൾ പിന്നീട് കാണുമ്പോഴും ഒക്കെ ആസ്വദിച്ച് പാടാറുണ്ട് ഇതിൻ്റെ ചരണം. പാടിക്കേക്കല്ലേ? ഡെന്നീസ് നന്നായിട്ട് പാടും കേട്ടോ. ഇല്ല ഒരിക്കലും ഡെന്നീസ് നന്നായിട്ട് ഡെന്നീസ് വളരെ നന്നായിട്ട് പാടുന്ന ഒരു വ്യക്തിയാണ്. അത് കൂടാതെ എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ ഔസേപ്പച്ചനേക്കാൾ കൂടുതൽ പാട്ടുകൾ അറിയാവുന്ന ഒരു വ്യക്തി ഡെന്നീസ്. തീർച്ചയായിട്ടും മ്യൂസിക് ഡയറക്ടർ ആണെങ്കിലും ഇപ്പം ഞങ്ങൾക്ക് എല്ലാ മ്യൂസിക് ഡയറക്ടേഴ്സ്ക്കുള്ള ഒരു ചെറിയ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പാട്ടുകൾ കമ്പോസ് ചെയ്ത് ആ പാട്ട് മാത്രമല്ല നമ്മൾ കേൾക്കുന്നത്. ഇന്നൊരു പാട്ട് കമ്പോസ് ചെയ്ത് നാളെ വേറെ പാട്ട് കമ്പോസ് ചെയ്യുന്നത് നമ്മളെ 100% കോൺസെൻട്രേഷൻ വേറൊരു പാട്ടിലേക്ക് വരുമ്പോഴാണ് നമുക്ക് പുതിയ പാട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഒരു കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ലിറിക്സൊക്കെ മറന്നു പോകും. പിന്നെ ഒരുപാട് ഗാനങ്ങൾ ഇപ്പോൾ 500 പാട്ടുകൾ അതിന് ശേഷം നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും പെട്ടെന്ന് നമ്മൾ എല്ലാ വരികളും ഓർത്തിരിക്കാൻ പറഞ്ഞ ഒരു എൻസൈക്ലോപീഡിയക്ക് അങ്ങനെ ഒരു നമുക്ക് പറ്റില്ല, നടക്കില്ല. ശുഭയാത്ര. You can also join. ശുഭയാത്ര ഗീതങ്ങൾ ശുഭയാത്ര ഗീതങ്ങൾ പാടുകയല്ലോ അല്ലേ? എന്തായാലും അതിൻ്റെ കുരിശുമലയിൽ ഇത് അതിൻ്റെ പല്ലവിയാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ അതിൻ്റെ ചരണം നല്ല രസമാണ്. കുരിശുമലയിൽ ശുഭയാത്ര ഗീതങ്ങൾ ഇങ്ങനെ ഏറ്റവും അതിന്റെ റോ ഫോമിൽ കേൾക്കുമ്പോൾ പോലും നമ്മളെ വല്ലാണ്ട് പിടിച്ചു വല്ലാത്ത